എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഗഹനമായിട്ട് ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും തെക്കൻ കിങ് ആ ക്യാറ്റ് ആളെ കണ്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും സാഞ്ചിയെ അവനെ കണ്ടുപിടിക്കാനും പറ്റുമോ എന്നറിയാനായി അവരങ്ങനെ പോവാണ്. അപ്പോഴായിരിക്കും അവർക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരിക. ബിഗ് മോമിന്റെ അസിസ്റ്റന്റായ പെക്കോം അവനെ ആ വില്ലൻ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടിരുന്നു. എത്രയും വേഗം അവനെ കണ്ടെത്തി ട്രീറ്റ്മെന്റ് കൊടുത്ത് അവനെ ക്യൂർ ആക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമായ സഹായം തീർച്ചയായിട്ടും അവനിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അവനെ നമ്മൾ രക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല. മാത്രമല്ല അവനിപ്പോ അവന്റെ ഈ ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ അല്പ സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മളോടുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ റിക്വസ്റ്റ് ചെയ്ത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ മുൻപോട്ടേക്ക് പോകും. അപ്പോഴായിരിക്കും അവരെന്തോ ഒരു വലിയ ശബ്ദം കേൾക്കുക. ആ ശബ്ദം കേട്ട് അവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. ഒരു കൂട്ടം തേനീച്ചകള്, സാധാരണ തേനീച്ചകളല്ല, ജയന്റ് തേനീച്ചകള്. വാണ്ടയാണെങ്കിൽ ഇപ്പോ ആ രണ്ട് മുതലകളെയും മുൻപോട്ടേക്ക് സ്പീഡിൽ കൊണ്ടുപോകും. അവറ്റകളുടെ കയ്യിൽപ്പെട്ട അത് അപകടമാണ്. അവറ്റകൾ കൂട്ടമായിട്ട് ആക്രമിക്കും. എത്രയും വേഗം അവറ്റകളുടെ കണ്ണിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് കുതിക്കും. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ അവറ്റകളെ കാണുമ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ ആവും. ഫൈറ്റ് ചെയ്യാൻ അവനൊരു താല്പര്യം തോന്നും. പാണ്ഡ പറയും നമ്മളെ കൊണ്ട് അവറ്റകളുടെ അടുത്ത് പിടിച്ചു നിൽക്കാനാവില്ല. അവറ്റകളുടെ നീഡില് അതുപയോഗിച്ച് സെക്കൻഡുകൾ കൊണ്ട് ചോര മുഴുവൻ ഊറ്റി കുടിച്ച് അവറ്റകൾ കൊന്നുകളയും. അവറ്റകളെ ഇവിടെ എവിടെ കണ്ടാലും ഞങ്ങൾ തൽക്ഷണം അറ്റാക്ക് ചെയ്ത് കൊല്ലും. മാത്രമല്ല ഈ ഐലാൻഡ് ചുമന്നുകൊണ്ട് പോകുന്ന ആനയെ വരെ ഊറ്റിയെടുത്ത് കൊല്ലാനുള്ള കഴിവ് അതിവറ്റകൾക്കുണ്ട്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഉസോപ്പും ടീമും. അവരാണെങ്കിൽ അവരവരുടേതായ അറ്റാക്കിംഗ് സ്റ്റൈലില് അവറ്റകളെ തിരികെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഈച്ചകളാണെങ്കിൽ സ്ട്രെയിറ്റ് വന്ന് ലൂഫിയാൻ ടീം ട്രാവൽ ചെയ്യുന്ന മുതലെ ആഞ്ഞു കുത്തും. ആ ഒരൊറ്റ കുത്തില് അത് തകർന്ന് താഴെ വീഴുകയാണ്. പിന്നെ നമ്മുടെ ആൾക്കാർ ഒന്നും നോക്കില്ല. അവരിപ്പോൾ ഇറങ്ങി ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ ലൈറ്റ് പവർ അതുപയോഗിച്ച ഈച്ചകളെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും. ഈച്ചകൾ കൂട്ടത്തോടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കൊല്ലുക എന്നതാണ് ഇപ്പൊ ഫ്രാങ്കിയുടെ ടാറ്റിക്സ്. ബ്രൂക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് അവറ്റകളോട് ഫൈറ്റ് ചെയ്യും. കാരണം ബ്രൂക്ക് സ്കെൽട്ടൺ ആണ്. അവന്റെ ബോഡിയിൽ ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് മാത്രം യാതൊരു പേടിയില്ല. അതേസമയം ലൂഫിയെ ഈച്ചയാണെങ്കിൽ അങ്ങനെ ആഴത്തിൽ കുത്തും. അവൻ വേദന കൊണ്ട് ശക്തിയായിട്ട് കുടയും. പക്ഷെ ഈച്ചയാണെങ്കിൽ അവനെ വിട്ടുപോകില്ല. അതുകൊണ്ട് സോറോ, നീ എന്തായി ചെയ്യണേ? നീ അത്ര നിസ്സാരമായിട്ടൊന്നും ആ ഈച്ചകളെ കാണാൻ പാടില്ല. നിന്റെ പവർ ഉപയോഗിച്ച് അതിനെ തല്ലിക്കൊല്ല്. അടുത്ത നിമിഷം ലൂഫി അവന്റെ കൈയിലേക്ക് ഹോക്കി പവർ അപ്ലൈ ചെയ്ത് കൈ അയണാക്കി മാറ്റി അതിനെ ഒരു ഒറ്റ അടി. ആ ഒരു അടിയിൽ അതങ്ങനെ ചത്ത് താഴെ വീഴും. അവരാണെങ്കിൽ അങ്ങനെ മിനിറ്റുകൾ കൊണ്ട് തന്നെ ആ ഈച്ചകളെല്ലാം തല്ലിക്കൊന്ന് ക്യാറ്റ് വൈപ്പറിനെ കാണാൻ ആളുടെ അടുത്തേക്ക് പോകും. സൂപ്പറിനാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. കാരണം ക്യാറ്റ് വൈപ്പറിന് ഓൾറെഡി ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ആളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒട്ടും നന്നായിട്ട് അവന് തോന്നില്ല. ാണെങ്കിൽ ആ മൈൻഡ് ഒന്ന് ചേഞ്ച് ആവാനായി ക്യാറ്റ് വൈപ്പറിനെ കുറിച്ച് അവന്റേതായ ശൈലിയിൽ ഗിറ്റാറൊക്കെ വായിച്ച് പാട്ട് പാടാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അവരുടെ ഇറിറ്റേഷൻ അത് കൂടി വരികയാണ്. നിമിഷം ബ്രൂക്കാണെങ്കിൽ അവന്റെ പാട്ട് അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ഞങ്ങളുടെ കിങ് ആളൊരു പൂച്ചയാ, സ്മാർട്ടാ, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ പാട്ട് അതിപ്പോ വേറെ ലെവലിലെത്തിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കും വാണ്ടാൻ ടീംസിനും അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെ പാട്ടും ആർപ്പുവിളികളൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ പതിയെ ക്യാറ്റ് വൈപ്പർ കിങ്ങിന്റെ ആ ഒരു മാൻഷന്റെ തൊട്ട് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ മാൻഷൻ കാണുമ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളിൽ വലിയൊരു എക്സൈറ്റ്മെന്റ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ വെയിൽ ഫോറസ്റ്റിന്റെ കാഴ്ച അതങ്ങനെ കണ്ടു നിൽക്കാണ്. സത്യത്തിൽ അതൊരു അടിപൊളി കാടാണ്. ഇതൊന്ന് നോക്കുമ്പോൾ അല്പം വിയേഡായിട്ട് തോന്നുമെങ്കിലും അവിടേക്ക് വരുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. അവരവിടുത്തെ ബിൽഡിങ്ങും ആളുകളെയും ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ട് അകത്തേക്ക് നടന്നു വരും. നമ്മുടെ ആൾക്കാരെ കാണേണ്ട താമസം അവിടെയുള്ളവര് നമ്മുടെ ആൾക്കാരുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടേക്ക് വെൽക്കം ചെയ്യും. ആക്ച്വലി നമ്മുടെ ആൾക്കാരോട് ഇവർക്കിപ്പോൾ തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. കാരണം അവരുടെ പരിക്കുകളും ബോഡിയിലുണ്ടായിരുന്ന ഫൈറ്റ് ചെയ്ത അടയാളങ്ങളും അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ക്യൂർ ആയിരിക്കുകയാണ്. ഇവരുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഉടനെ ലൂഫിയോട് തുടക്കത്തിൽ ഫൈറ്റ് ഇട്ട ആ ഒരു കോറിലെയും കാട്ടുപോത്തും അവറ്റകൾ രണ്ടും ഇപ്പൊ ലൂഫിയോട് ക്ഷമ ചോദിക്കും. ഞങ്ങളോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നിങ്ങൾ ഒരു ഇൻക്ലൂഡർ ആയിരിക്കും തെറ്റിദ്ധരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് ഫൈറ്റ് ചെയ്തത്. അതിന് ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് അവരെ നോക്കി ചിരിച്ച് മുൻപോട്ടേക്ക് നടന്നു പോകും. ലൂഫി ആണെങ്കിൽ ക്യാറ്റ് വൈപ്പർ ആളെവിടെയും ചോദിച്ച് മുൻപിലേക്ക് നടന്നു വരും. അപ്പോഴായിരിക്കും ഒരു ശബ്ദം കേൾക്കുക, വെൽക്കം ടു മൈ ഫോറസ്റ്റ്. ആക്ച്വലി ലൂഫി,
നിന്നെ ഞാൻ ഒന്നുകൂടെ കണ്ട് നന്ദി പറയാനിരിക്കുകയായിരുന്നു. നീയും നിന്റെ ആൾക്കാരും തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഐലാൻഡ് അതിപ്പോ സേഫ് ആയിട്ടിരിക്കുന്നത്. അതിന് ലൂഫി പറയും, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആ പെപ്പോംസിനെ അവനെ ഒന്ന് കാണണം. ബിഗ് മോമുമായിട്ട് ഒരു ചെറിയ ഡീൽ ഞങ്ങൾക്കുണ്ട്. വിരോധമില്ലെങ്കിൽ അവനെ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തോട്ടെ. ഉടനെ ആ ലയൺ അവനാണെങ്കിൽ ലൂഫിയോട് പറയും, നീ അന്വേഷിച്ച പെപ്പോവും അവൻ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലുണ്ട്. അവിടേക്ക് പോവാണെങ്കിൽ നിനക്ക് അവനോട് കണ്ട് സംസാരിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്കുണ്ടായ ട്രാജഡി അതൊക്കെ തന്നെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. സാഞ്ചിയെ തിരികെ പിടിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവൻ ഉപകാരപ്പെടും. എത്രയും വേഗം നിങ്ങൾ അവനെ പോയി കണ്ട് അതിനുള്ള സൊല്യൂഷൻ അവനോട് ചോദിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും അവൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറയും. ഇവിടെ ചോപ്പറിനാണെങ്കിൽ ഇത്രയും വേഗം പെപ്പോംസിന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നൊരു ചിന്തയാണ്. അപ്പോൾ ഒരു ചുന്ദരി ഡീർ പെണ്ണ് നമ്മുടെ ചെക്കനെ അവനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോവാണ്. ചോപ്പർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാനിനെ കാണുന്നത്. അവളെ കാണുമ്പോൾ തന്നെ അവന് ഒരുപാട് ഇഷ്ടാവും. ചോപ്പർ ആണെങ്കിൽ ഈ പകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ക്യാറ്റ് കിങ് ആള് അടുത്തുള്ള പൂളിലേക്ക് എടുത്തു ചാടി ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് കഴിക്കുകയാണ്. അത് കണ്ട് ചോപ്പർ, അയ്യോ ഇല്ല ഇല്ല, ഒരു കാരണവശാലും നിങ്ങളിപ്പോ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി കുളിക്കാൻ പാടില്ല. മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യം ഇപ്പൊ നല്ല ഡയറ്റ് ആണെന്ന് പറയും. അതിനാളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആളുടെ കൈയും കാലൊക്കെ തൂക്കി കാണിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പഴയതിലും ബെറ്റർ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ ഹഗ് ചെയ്യും. പക്ഷെ ചോപ്പർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഒരു ബോൾ ആണെങ്കിൽ അവിടേക്ക് തെറിച്ചു വരും. അത് കാണേണ്ട താമസം നമ്മുടെ കിങ് പൂച്ച ആ ബോളിന്റെ പിന്നാലെ പോയി ബോൾ എടുത്ത് കളിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് നീ അടങ്ങി നിൽക്ക്, ഇതുപോലെ ബോൾ എടുത്ത് കളിച്ച എന്റെ ബോഡിയിലെ സ്റ്റിച്ച് അത് വിട്ടുപോകും. ചോപ്പർ അത് പറയേണ്ട താമസം അടുത്ത നിമിഷം എന്റെ ബോഡിയിലെ സ്റ്റിച്ച് അത് പൊട്ടി ചോര എങ്ങനെ ഒലിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആളെ തൂക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്നിടും. ചോപ്പർ ആണെങ്കിൽ വീണ്ടും ആളുടെ പൊട്ടിയ സ്റ്റിച്ച് റീസ്റ്റിച്ച് ചെയ്യും. അപ്പോഴും കിങ് പറയും, സത്യത്തില് ആ സ്റ്റിച്ച് ഒരല്പം വീക്കായിരുന്നു, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പൊട്ടിയത്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്, ഒരു സ്റ്റിച്ച് പൊട്ടിയാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആൾ അപ്പോഴും ആ ബോൾ തട്ടിക്കൊണ്ടേയിരിക്കും. ചോപ്പർ ആണെങ്കിൽ അടുത്തായിട്ട് നീഡില് മെഡിസിൻ അങ്ങനെ ഫില്ല് ചെയ്യാണ്. അത് കാണേണ്ട താമസം നമ്മുടെ കിങ് റോബിന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇല എടുത്ത് അവനെ കളിപ്പിക്കാനായിട്ട് പറയും. കിങ് അങ്ങനെ ആ ഇല നോക്കിയിരിക്കുന്ന ഗ്യാപ്പിൽ ചോപ്പറിനോട് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് തീർക്കാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ചോപ്പർ അവൻ ആ നീഡിലുമായിട്ട് ചാടി വന്ന് ഇഞ്ചക്ഷൻ എടുക്കും. അവനാണെങ്കിൽ ഭയങ്കര ആശ്വാസം, ഹാവു എന്റെ അസുഖം അതെല്ലാം മാറി എന്ന് പറഞ്ഞ് ആള് പതി എഴുന്നേക്കും. അവനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല, ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണോ എന്ന് പറഞ്ഞ് ആള് തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ ആ പെപ്പോമിന്റെ അടുത്തേക്ക് വരും. പെപ്പോമാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ആ കപ്പോം അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും അവൻ സാഞ്ചിയെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. കാരണം എടി ബിഗ് മോമും സാഞ്ചിയുടെ പപ്പയും അവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു കല്യാണം അത് നിശ്ചയിച്ചത്. സോ അപ്പോൾ അത് നടത്താതെ ബിഗ് മോം അവൾ അടങ്ങില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അവൻ പറയും, സാഞ്ചിയുടെ പപ്പയുടെ പേര് കിർമ 66 എന്നാണ്. ആൾ അണ്ടർ വേൾഡിലെ ഒരു ഡോൺ ആണ്. സത്യത്തില് അതൊരു ഈവിൾ ആർമിയാണ്. അതിന്റെ ക്യാപ്റ്റനാണ് സാഞ്ചിയുടെ പപ്പ. ഇവിടെ ഫാമിലി അത് ഫാമിലി ഓഫ് അസാസിനേഷൻ ആണ്. ഒട്ടും നിസ്സാരപ്പെട്ട ഒരു ഫാമിലി അല്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ അവനെ തിരികെ പിടിക്കണം എന്നൊന്നും അറിയാതെ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.